വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള മൂന്നാംഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. നാളെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിലാണ് പ്രധാന തെളിവെടുപ്പ് നടക്കുക. വി വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, അഫാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മളെ ഞെട്ടിച്ചതാണ്. ഇനിയും തെളിവെടുപ്പ് തുടരുമെന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക? ഇതുവരെ എവിടെയൊക്കെയാണ് അഫാനെ എത്തിച്ചിരുന്നത്? അശ്വതി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തേതും മൂന്നാമത്തേതുമായ തെളിവെടുപ്പാണ് നടക്കാനുള്ളത്. ഈ മൂന്നാം ഘട്ട തെളിവെടുപ്പ് എന്നത് അഫാന്റെ തന്നെ വീട്ടിലാണ്. അഫാന്റെ വീട്ടിലാണ് കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയത്. മാതാവ് ഷമിയെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതും ഇതേ വീട്ടിലാണ്, പേരുമലയിലെ വീട്ടിലാണ്. അവിടെയാണ് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനവും അവസാനത്തേതുമായ തെളിവെടുപ്പ് നടക്കുന്നത്. മറ്റിടങ്ങളിൽ, കൊലപാതകം നടന്ന മറ്റിടങ്ങളിൽ പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ പാങ്ങോടും പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ അവരുടെ വീട്ടിലും ഇതിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. വെഞ്ഞാറമൂട് പാങ്ങോട് പോലീസ് സ്റ്റേഷനുകൾ ആ പരിധിയിലാണ് ഈ കേസ് വരുന്നത്. ഈ രണ്ട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൽ സാമ്പത്തിക കുറ്റകൃത്യം അതിന്റെ വകുപ്പുകൾ കൂടി ചേർത്ത് മറ്റൊരു കേസ് എടുക്കുന്ന കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് പണം കടമായി നൽകിയ ആളുകളുണ്ട്, വായ്പ നൽകിയ അത് പലിശയ്ക്ക് നൽകി എന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതും ഉയർന്ന പലിശയ്ക്കാണ്. ഈ കുടുംബം പ്രതിസന്ധിയിലാകുന്നതിന് അതും ഒരു കാരണമായി. അഫാന്റെ കുറ്റകൃത്യം, അതിന്റെ ഒരു ഗൗരവ സ്വഭാവം അവിടെ നിൽക്കുന്നുണ്ട്. അഫാനെതിരെയുള്ള കുറ്റപത്രം ഉണ്ടാകും, വിട്ടുവീഴ്ചയില്ലാത്ത കുറ്റപത്രമായിരിക്കും പ്രതിക്കെതിരെ ഉണ്ടാവുക. അതോടൊപ്പം തന്നെയാണ് ഈ നമ്മൾ മീറ്റർ പലിശ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉയർന്ന പലിശയ്ക്ക് പണം നൽകിയ രേഖകൾ അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ 23 വയസ്സുകാരൻ മറ്റ് തൊഴിലൊന്നും ഇല്ലാതെ നടന്ന ഒരു 23-കാരനാണ്. മാതാവിനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നില്ല. ഇവർ ചിട്ടി നടത്തുകയും പലരിൽ നിന്നായി പണം കടം വാങ്ങുകയും ചെയ്തിരുന്നു. അവരുടെ ജീവിതമാകട്ടെ ഒരു പരിധിവരെ ആഡംബരം എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു. ആദ്യം 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണും പിന്നീട് 50,000 രൂപയുടെ മൊബൈൽ ഫോണും ഇതിനിടയ്ക്ക് തന്നെ 2 ലക്ഷം രൂപയുടെ ബൈക്കും മറ്റൊരു ബുള്ളറ്റും കാറും ഒക്കെ വാങ്ങുന്ന നിലയിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ ജീവിതം കുത്തിമുട്ടിക്കാൻ ചില കാര്യങ്ങൾ കൂടി, ഈ കോഴി വളർത്തലും കോഴിമുട്ടയുടെ വിൽപ്പനയും അടക്കമുള്ള കാര്യങ്ങൾ ഷമി ചെയ്തിരുന്നു എന്ന കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഏതാണ്ട് 70 ലക്ഷം രൂപയ്ക്കടുത്തുള്ള ഒരു ബാധ്യത വന്നു കയറിയത് ഈ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കി എന്നത് ഒരു വസ്തുതയായി മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട്. പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് അദ്ദേഹത്തിന് ഈ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ്. അദ്ദേഹം പറയുന്നത് ശരിയുമാണ്. കാരണം 8 വർഷമായി അദ്ദേഹം വിദേശത്ത് തുടരുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം അറിയാതെ തന്നെയാകണം ഇവർ ഈ ചിട്ടി നടത്തുകയോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുകയോ ചെയ്തത്. മാത്രമല്ല, അഫാൻ ഈ കഴിഞ്ഞ 2 തെളിവെടുപ്പുകളിലായി നൽകിയിട്ടുള്ള മൊഴി, നേരത്തെ ചോദ്യം ചെയ്യലിൽ നൽകിയിട്ടുള്ള മൊഴി അനുസരിച്ചാണെങ്കിൽ വൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായതെന്നാണ്. അനുജനെ കൊല്ലുമ്പോൾ താൻ തളർന്നുപോയി എന്ന് പറയുന്നു. മാതാവിനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. സ്വർണ്ണമാല ആദ്യം കടമായി നൽകിയ കാമുകിയുണ്ട്. ഈ മാല വേണമെന്ന സമ്മർദ്ദം ഉണ്ടാവുകയും അത് തിരികെ എടുത്ത് കൊടുക്കേണ്ടിയും വരുന്നു. അതോടുകൂടി കാമുകിയോടും വൈരാഗ്യമായി. പിതാവിന്റെ ജ്യേഷ്ഠനോടും ആ തരത്തിൽ തന്നെയാണ്. അവർ ആദ്യം സാമ്പത്തികമായി സഹായിച്ചു, പിന്നീട് അവരുടെ ഭാഗത്തു നിന്ന് ചില ശാസനകളും ആ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായി. പണം തിരികെ ചോദിക്കുന്ന നിലയും ഉണ്ടായി. ഇതൊക്കെ തന്നെ വൈരാഗ്യത്തിലേക്ക് നയിച്ചു. പിതാവിന്റെ ഉമ്മയോടും ആ നിലയ്ക്ക് തന്നെയാണ്. ആദ്യമൊക്കെ പണവും സ്വർണവും ഒക്കെ കൊടുത്തെങ്കിലും ഏറ്റവും ഒടുവിൽ അവർ അതിന് തയ്യാറായിരുന്നില്ല. തന്റെ മരണം വരെ തനിക്ക് കുറച്ച് സ്വർണം വേണം, തന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ ആ സ്വർണം വേണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായിരുന്നു 80 വയസ്സ് കഴിഞ്ഞ ആ വയോധിക. പക്ഷേ അവരോടും വൈരാഗ്യം തോന്നി ആ നിലയ്ക്ക് കൊലപ്പെടുത്തി എന്ന കാര്യമാണ് അന്വേഷണ സംഘത്തോട് പ്രതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അശ്വതി, ശരി വിനോദ്, ഒരു കാര്യം കൂടി, അഫാന്റെ അമ്മ ഷെമിയുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ആശുപത്രി വിട്ടെങ്കിലും പൂർണ്ണമായും ആരോഗ്യവതിയായോ, അല്ലെങ്കിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിയെടുപ്പിനടക്കം അവർ പ്രാപ്തയായിട്ടുണ്ടോ? അവരുടെ ആരോഗ്യനില ഇപ്പോഴും അങ്ങനെ പൂർണ്ണതോതിൽ മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസവും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അഫാനെ കാണണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു മാനസിക അവസ്ഥ വെച്ച് അവരെ അവിടെ പാർപ്പിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ബന്ധുക്കൾക്കൊക്കെ ചില കാര്യങ്ങളിൽ എതിർപ്പുകൾ അത് നിലനിൽക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ അരിങ്കൊല നടന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, കുടുംബപരമായ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. സംരക്ഷിത കേന്ദ്രത്തിലാണ്
ഷമി ഇപ്പോൾ ഉള്ളത്. വിശദമായ ചോദ്യം അല്ലെങ്കിൽ മൊഴിയെടുക്കൽ വേണ്ടി വരും. കാരണം ഈ കൊലപാതകത്തിലേക്ക് പോയ കാര്യങ്ങൾ, അതോടൊപ്പം ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വ്യക്തത, ഇതെല്ലാം തന്നെ ഷമിയിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ സംഘം അവരെ പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ മരണങ്ങളെക്കുറിച്ച് അറിഞ്ഞ ശേഷമുള്ള അവരുടെ മാനസിക നില, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മാതാവാണ്, തന്റെ ഇളയ മകൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ മനസ്സിനെ ബാധിക്കുന്നത് വളരെ ഗുരുതരമായി തന്നെയായിരിക്കും. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും മാതാവിന്റെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് വളരെ വേഗത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. ശരി, വി വിനോദാണ് വിശദവിവരങ്ങൾ നൽകിയത്.